ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ജൂസ് വ്ലോഗ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനലിൽ നമ്മൾ ഷോർട്സ് ഡാൻസ് വീഡിയോ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് കയറി കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കേട്ടോ. നമ്മൾ ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട്, പക്ഷേ വലുതായിട്ട് നേരത്തെ വ്യൂവേഴ്സിനെ കാണുന്നില്ല, എന്താണെന്നറിയില്ല. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കനുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നമ്മുടെ ഷോർട്സ് വീഡിയോസും കാണാൻ മറക്കല്ലേ, സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പൊട്ടറ്റോ ഫ്രൈ ആണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മെയിനായിട്ട് നമുക്ക് പൊട്ടറ്റോ ആവശ്യമായിട്ടുള്ളത് പൊട്ടറ്റോ നമ്മൾ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഏകദേശം ഒരു 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയ ഉള്ളിയാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. കുറച്ചേറെ ചെറിയ ഉള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ 3 പച്ചമുളക് നടുവിനെ കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് 3 മതി. നമ്മൾ എരിവ് ഓവറാവണ്ട, അതുകൊണ്ട് പച്ചമുളക് 3 മതി. അതേപോലെ തന്നെ നമ്മൾ കുരുമുളക് ഇങ്ങനെ ചതച്ച് വാരി എടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു എമൗണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ചതച്ച് വാരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പൊട്ടറ്റോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ചട്ടി എടുക്കാവേ. ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് വെക്കാം. അത് ചൂടാവട്ടെ, നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. ചട്ടിയിലെ വെള്ളമൊക്കെ പോയിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ആവശ്യത്തിന് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്ര മതിയാവും. ഓയിൽ നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ പച്ചമുളകില്ലേ, അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊട്ടറ്റോ കിഴങ്ങ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആ ഓയിൽ നമ്മുടെ ആ പൊട്ടറ്റോയിലേക്കും ആ പച്ചമുളകിലേക്കും നല്ലതുപോലെ ഒന്ന് പിടിച്ചോട്ടെ. നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, കാരണം ആ ഉപ്പ് എല്ലായിടത്തേക്കും ഒന്ന് പിടിച്ചോട്ടെ. നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ആയി വരട്ടെ കേട്ടോ. നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ നമുക്കിതിൽ ഒട്ടും നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ആ ഫ്ലേവർ എല്ലായിടത്തേക്കും പിടിക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഉള്ളിയില്ലേ, അതിട്ട് കൊടുക്കുക കേട്ടോ. ചെറിയ ഉള്ളി വേണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ ഉള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളത് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും ഒരു ചെറിയ കിഴങ്ങിൻ്റെ പീസും കൂടെ അതിൽ വീണിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നില്ല. ആ ചെറിയ ഉള്ളിയുടെ ഇടയ്ക്ക് പെട്ട് കിടന്ന ആ കിഴങ്ങാണെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ അകത്തേക്ക് വീണത് സാരമില്ല, നമുക്കത് എടുത്ത് മാറ്റാം, അല്ലെങ്കിൽ അതിൽ തന്നെ കിടന്നോട്ടെ. ഇനി നമുക്ക് ആ ചെറിയ ഉള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരട്ടെ കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. എന്നാലും നല്ലതുപോലെ നമുക്കൊന്ന് ഫ്രൈ ആയി കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച കുരുമുളകില്ലേ, കുരുമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുരുമുളക് കുറച്ച് എടുത്തിട്ടുണ്ട്, കാരണം നമുക്കിവിടെ എരിവ് ഇത്തിരി ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് നമ്മളിച്ചിരി കുരുമുളകിൻ്റെ ഫ്ലേവർ ഏറെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചതച്ച കുരുമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കുരുമുളക് ഇടുമ്പോഴത്തേക്കും പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈക്ക്.
അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിക്കൻ മസാല, കുറച്ച് മസാലപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ നമ്മളതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എല്ലാത്തിലേക്കും. നമ്മുടെ കിഴങ്ങിലും ഉള്ളിയിലും എല്ലാത്തിലേക്കും നമ്മുടെ കുരുമുളകിൻ്റെയും അതേപോലെ ചിക്കൻ മസാലയുടെയും അതേപോലെ തന്നെ മുളക് പൊടിയുടെയൊക്കെ നല്ലതുപോലെ ഒന്ന് ഫ്ലേവർ ഇറങ്ങി നല്ലതുപോലെ ഒന്ന് മിക്സായി വരട്ടെ കേട്ടോ. ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ കേട്ടോ. നമ്മളിതിൽ വേറെ ഗരം മസാലയൊന്നും ചേർക്കുന്നില്ല, ചിക്കൻ മസാല തന്നെ ചേർത്തിട്ടുള്ളൂ, വേറെ മസാലകളൊന്നും ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ മൺചട്ടിയിലും കൂടെ ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പം തന്നെ ഇതിൻ്റെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ടേ. അപ്പം നമ്മുടെ പൊട്ടറ്റോ നല്ലതുപോലെ ഫ്രൈ ആയി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കുറച്ച് നേരം കൂടെ അത് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്കും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, എല്ലാം നല്ല അരപ്പൊക്കെ എല്ലാത്തിലും നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുരുമുളക് അതേപോലെ ചെറിയ ഉള്ളി, അതാണ് ഇതിൽ മെയിനായിട്ട് നമുക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഐറ്റം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ.